ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മുൻവർഷങ്ങളിൽ അതായത് 2022-2019 PSC ചോദിച്ചിട്ടുള്ള 100 മലയാളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക, പുളിങ്കൊമ്പ് പിടിക്കുക. വിജനമായ റെയിൽവേ സ്റ്റേഷനിലാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. ഈ വാക്യത്തിലെ വിശേഷണപദം ഏതാണ്? വിജനമായ. ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കേതാണ്? പത്രം. പൂഞ്ചോല എന്ന വാക്ക് ശരിയായി പിരിച്ചെഴുതിയാൽ പൂ അധികം ചോല. ആൻസർ ഓപ്ഷൻ എ ആണ്. ഉദ്ദേശം, ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി ഏതാണ്? ഉദ്ദേശം ഏകദേശം, ഉദ്ദേശ്യം ലക്ഷ്യം, ഏകദേശം ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. ഈ വരികളിലെ ആശയമെന്താണ്? പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നതുവരെ മറക്കില്ല. ഓപ്ഷൻ ബി ആണ്. സത്യധർമാദി ഈ പദം ശരിയായി വിഗ്രഹിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സത്യം, ധർമ്മം ആദിയായവ. താഴെ തന്നിരിക്കുന്നവയിൽ ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്കേത്? വെയിലത്ത് ഉണക്കി. ശ്ലഷ്ണശിലാശില്പം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശ്ലഷ്ണശില നിർമ്മിതമായ ശില്പം. പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ. അന്ത്യം അധികം ഇൽ. ഓപ്ഷൻ ബി ആണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ശരിയായ പദമേത്? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. കൈച്ചെലവ്. ചേർത്തെഴുതുക. ഉത് അധികം മുഖം, ഉന്മുഖം. ഓപ്ഷൻ ബി ആണ്. വിനയച്ചത്തിന് ഉദാഹരണം ഏത്? ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാണാൻ പോയി. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? ഊണിന് കൃത്യം, വാക്കിനു സത്യം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദമെഴുതുക. നിർദ്ദയം വിപരീതം സദയം. വേദപാരംഗതൻ ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിൽ പാരംഗതനായവൻ. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയാരൂപം ഇല്ലാത്ത പദമേത്? എന്താണ് പ്രയോജക ക്രിയ? പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. ഇതിൽ പരപ്രേരണയില്ലാതെ ചെയ്യുന്ന ക്രിയ ഏതാണ്? നേടുന്നു. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ കണ്ടെത്തുക. 2ഉം 4ഉമാണ് ശരിയായത്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ ശരിയായ രൂപമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. രുക്മിണി. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം? തർക്കവിഷയം. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് അർത്ഥമുള്ള ഒറ്റപ്പദം? കാണാൻ ആഗ്രഹിക്കുന്നവൻ. ദിദൃക്ഷു. ഓപ്ഷൻ ബി ആണ്. എൻ്റെ പ്ലസ് നിൻ്റെ പ്ലസ് ഇവ ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത്? എൻ്റെയും നിൻ്റെയും. 2 മാത്രം ശരി.
താഴെ പറയുന്നവയിൽ നിന്ന് രൂപക സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. പൂർവോത്തര പദങ്ങളെ അഭേദാർത്ഥത്തിൽ സമാസിക്കുന്നതാണ് രൂപക സമാസം. ആകുന്ന എന്ന ക്രിയാരൂപം ചേർത്താണ് വിഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആൻസർ പാദപങ്കജം. ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം വരുന്ന പദജോടി തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നികൃഷ്ടം, അപകൃഷ്ടം. സുഷുപ്തി ഈ പദം എങ്ങനെ ഘടകങ്ങളായി പിരിക്കാം? സു അധികം സുപ്തി. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ കൊടുത്തവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏതു വാക്യത്തിലാണുള്ളത്? അയാൾ മരത്തിൽ നിന്നു വീണു. രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദമേത്? വസതി. പദജോഡികളിൽ രണ്ടും ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്വപരിശ്രമം, സ്വയം പരിശ്രമം. കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കരി. അരിഷ്ടം, കരടം, മൗഗലി ഇവ മൂന്നും കാക്കയുടെ പര്യായ പദങ്ങളാണ്. താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? 1ഉം 3ഉം ശരിയാണ്. വൈരൂപ്യം, വിരൂപത. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉന്മൂലനം, ഉന്മാർജനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിശബ്ദത. കുറുക്കൻ്റെ പര്യായ പദം അല്ലാത്തതേത്? കാണ്ഡൻ. ജംബുകം, ഊളൻ, കുറുനരി ഇവ മൂന്നും കുറുക്കൻ്റെ പര്യായ പദങ്ങളാണ്. മക്കത്തായം പിരിച്ചെഴുതിയാൽ മക്കൾ അധികം തായം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കൈവിരലിൽ എണ്ണാവുന്നത്ര. മതം സമാനപദം കണ്ടെത്തുക. മതം, ഡംഭം. ക്വിർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വിചിത്ര മനുഷ്യൻ. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് എന്ത്? താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ദ. ഒറ്റപ്പദം എഴുതുക. പഠിക്കാനാഗ്രഹമുള്ളയാൾ ആരാണ്? പിപഠിഷു. വിപരീത പദം എഴുതുക. ജാഗ്രത്, സുഷുപ്തി. എതിർലിംഗമില്ലാത്ത പദം കണ്ടെത്തുക. കന്യക. സിംഹത്തിൻ്റെ എതിർലിംഗം സിംഹി അല്ലെങ്കിൽ സിംഹിണി. ഏകാകി, ഏകാകിനി. മഹാൻ, മഹതി. ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നവോത്ഥാനം പിരിച്ചെഴുതിയാൽ നവ അധികം ഉത്ഥാനം. ഓപ്ഷൻ എ ആണ്. ദൃഢം വിപരീത പദം. ദൃഢം ഉറപ്പുള്ളത്, വിപരീതം ശിഥിലം അയഞ്ഞത്. വാരി പര്യായപദമായി വരുന്ന വാക്ക് ജലം. കുളിക്കാതെ ഈറനുടുക്കുക ഈ മലയാള ശൈലിയുടെ അർത്ഥം. കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. ഏകവചന രൂപമേത്? വൈദ്യർ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു, പ്രഭു, പ്രഭി. ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, യൗവനം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്? ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം.
അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. ഓപ്ഷൻ ഡി ആണ്. ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം നിടിലം. തമസ്, ദ്വാന്തം, അന്ധകാരം ഇവ മൂന്നും ഇരുട്ടിൻ്റെ പര്യായ പദങ്ങളാണ്. ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? ഭീരു. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ. ഓപ്ഷൻ സി ആണ്. കരി എന്നർത്ഥമുള്ള പദമേത്? ഇങ്കാലം. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗമേത്? ഭഗീരഥ പ്രയത്നം. തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തഥ അധികം ഏവ. ഓപ്ഷൻ എ ആണ്. പൂജക ബഹുവചന പദജോടി ഏത്? അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം. അങ്ങനെ വരുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണവർ, വൈദ്യർ. എപ്പോഴും കൂടെ നടക്കുന്നയാൾ ഒറ്റപ്പദമേത്? സന്തത സഹചാരി. മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലിയേത്? പഞ്ചായത്തു പറയുക. വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? ആഭിമുഖ്യം. സ്ത്രീലിംഗ പ്രത്യയമേത്? രണ്ടും മൂന്നുമാണ്. അൾ, ഇ. ഓപ്ഷൻ സി. ശരിയായ പദമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാദസരം. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദമാണ് കുർവി. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദമേത്? സാരസം. സാരസം, താമരപ്പൂവ്. ധനുസ് അധികം പാണി ചേർത്തെഴുതിയാൽ ധനുഷ്പാണി. ഓപ്ഷൻ ബി ആണ്. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ ഉത് അധികം ഹരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉന്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം നിമീലനം. ഉന്മീലനം, നിമീലനം. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ചതിക്കാൻ സഹായിക്കുന്നവൻ. കാലത്തു വന്ന മഴയും അന്തിക്കു വന്ന വിരുന്നും. ഈ പഴമൊഴിയുടെ അർത്ഥമെന്ത്? രണ്ടും പോകില്ല. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ്? എന്താണ് സർവനാമം? നാമത്തിന് പകരം ഉപയോഗിക്കാവുന്ന നാമതുല്യമായ പദങ്ങളാണ് സർവനാമം. അപ്പോൾ ആൻസർ അവൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവാതിര. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നത് ആഗമസന്ധി. തിരുവാതിര പിരിച്ചാൽ തിരു അധികം ആതിര. പുതിയൊരു വർണ്ണമായ വ ആഗമിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദമേത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉത്പതിഷ്ണു. ഉയരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഉത്പതിഷ്ണു. ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഭക്ഷിക്കുന്നവൻ. ഇനി കൊലയാളി എന്നർത്ഥം വരുന്ന വാക്കാണ് ഘാതകൻ. മേഘത്തിൻ്റെ ഘ. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. ഒ വി വിജയൻ്റെ കൃതിയാണ് ഗുരുസാഗരം. അതിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞുണ്ണി. ഇനി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അത് എം മുകുന്ദൻ്റെ കൃതിയാണ്. അതിലെ പ്രധാന കഥാപാത്രം ദാസനാണ്. ഉഷ്ണമേഖല കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ജോർജ് വർഗീസിൻ്റെ കൃതിയാണ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ്റെ കൃതിയാണ്. അതിലെ പ്രധാന കഥാപാത്രമാണ് കുന്ദൻ.
തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? U.A. ഖാദർ. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാണ് U.A. ഖാദർ. U.K. കുമാരൻ്റെ കൃതിയാണ് തക്ഷൻ കുന്ന് സ്വരൂപം. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാരാണ്? സന്തോഷ് എച്ചിക്കാനം. ഞാൻ സഹായിക്കും എന്ന വാക്യത്തിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഞാൻ സഹായിക്കും എന്നത് ഭാവി കാലമാണ്. അപ്പോൾ ആൻസർ ഐ വിൽ അസിസ്റ്റ്. ഓപ്ഷൻ സി ആണ്. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എഴുതുക. ഗൃഹസ്ഥൻ, ഗൃഹിണി. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം. പ്രസൻസ് ഓഫ് മൈൻഡ് മനസ്സാന്നിധ്യം. ഓപ്ഷൻ സി ആണ്. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് അർത്ഥം വരുന്ന ശൈലിയേത്? ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി. ഇന്ദുലേഖയില്ലെങ്കിൽ ദാസിയായാലും മതി എന്നതാണ് ഇന്ദുലേഖ എന്ന നോവലിൽ സൂര്യ നമ്പൂതിരിപ്പാടിനുള്ളത്. അതായത് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. ഷഷ്പം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഷഷ്പം ഇളംപുല്ല്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അതി, അധികം, അന്തം. ഓപ്ഷൻ ഡി ആണ്. സഹജം എന്ന പദത്തിൻ്റെ വിപരീത പദം. സഹജം സ്വാഭാവികമായിട്ടുള്ളത്. വിപരീത പദം ആർജിതം, നേടിയത്. കണ്ണു കാണാത്തവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം കണ്ടെത്തുക. അന്ധൻ. ബധിരൻ, കേൾക്കാൻ കഴിയാത്തവൻ. മൂകൻ, സംസാരിക്കാൻ കഴിയാത്തവൻ. ഇനി വിധുരൻ വെച്ചാൽ ഭാര്യ മരിച്ചയാളാണ് വിധുരൻ. അപ്പോൾ വിധുരൻ്റെ സ്ത്രീലിംഗം വിധവ. ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. ശരിയായ പദമേത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അമാത്യൻ. വാക്യം ശുദ്ധീകരിക്കുക. 3 ഓപ്ഷനിലും അക്ഷരത്തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. നീലോൽപ്പലമിഴിമാർ എന്ന പദത്തിൻ്റെ ശരിയായ വിവക്ഷയെന്ത്? നീലോൽപ്പലമിഴിമാർ വിഗ്രഹിച്ചാൽ നീലോൽപ്പലത്തിന് സമമായ മിഴികളോടുകൂടിയ സ്ത്രീകൾ. ഓപ്ഷൻ സി ആണ്. വിവക്ഷയ്ക്ക് ഒന്നിലധികം അർത്ഥമുണ്ട്. പറയാനുള്ള ആഗ്രഹം എന്നത് വിവക്ഷയാണ്. നദി എന്ന പദത്തിൻ്റെ പര്യായപദമല്ലാത്തത് ഏത്? സരസ്. സരസ് അർത്ഥം തടാകം, കുളം എന്നൊക്കെയാണ്. അചഞ്ചലം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. അചഞ്ചലം ഇളക്കമില്ലാത്ത. വിപരീത പദം ചഞ്ചലം. പിരിച്ചെഴുതുക. പ്രതിദിനമനുപമമാമി ആരാധികയുടെ പ്രേമോപഹാരം. ആദ്യം പ്രതിദിനം പിരിച്ചെഴുതിയാൽ പ്രതി പ്ലസ് ദിനം പ്ലസ് അനുപമമാമി. അനുപമം പ്ലസ് ആം പ്ലസ് ഈ പ്ലസ് ആരാധികയുടെ പ്രേമോപഹാരം. ആരാധികയുടെ പ്ലസ് പ്രേമ പ്ലസ് ഉപഹാരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. കളേബരം എന്ന പദത്തിന്
സമാനമായ പദമെഴുതുക. കളേബരം സമാനപദം ശരീരം. അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമേത്? അഭിനേത്രി. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചിയുണക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ.